തൃശ്ശൂർ പൂരവും വൈക്കത്തഷ്ടമിയും കുംഭമേളയൊക്കെ പോലെ നമ്മൾ ചേർത്തലക്കാരുടെ വികാരമായിട്ടുള്ള അതുപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് തീർത്ഥയാത്രയ്ക്കായിട്ട് ആൾക്കാരെത്തുന്ന ഒരിടമുണ്ട് ചേർത്തലയിൽ. അത് അർത്തുങ്കൽ പള്ളിയാണ് കേട്ടോ. അപ്പോൾ ഈ അർത്തുങ്കൽ ബസിലിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണിത് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. വില്ലും കഴുന്നും എന്ന് പറയുന്ന ഒരു വഴിപാട്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തു നിന്നാണെങ്കിൽ പോലും മലയാളികൾ ഇവിടെ എത്തിച്ചേരാറ് ഈ വില്ലും കഴുന്നും വഴിപാട് നടത്താൻ വേണ്ടിയിട്ടാണ്. സെൻറ്റ് സെബസ്ത്യാനോസ് ചർച്ച് എന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ട് ഇവിടെ തീർത്ഥാടകരുണ്ടാവും കേട്ടോ. എന്നാലും പെരുന്നാൾ സമയത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പള്ളിപ്പറമ്പ് നിറയെ ആൾക്കാരായിരിക്കും എപ്പോഴും ഏത് സമയത്തും. അപ്പോൾ അർത്തുങ്കൽ ബസിലിക്ക എല്ലാവർക്കും അറിയാമായിരിക്കും. ഇന്നാണ്, അതായത് ജനുവരി 20-ാം തീയതി ആയിട്ടുള്ള ഇന്നാണ് നമ്മുടെ പ്രധാന പെരുന്നാൾ കേട്ടോ. പക്ഷേ ആരും വിഷമിക്കേണ്ട. ദൂര സ്ഥലങ്ങളിൽ നിന്ന് ഇന്ന് വരാൻ പറ്റാത്തവർക്ക് ഇനിയുള്ള 7 ദിവസവും ഇതേ വൈബ് തന്നെയായിരിക്കും. ഒരുപാട് തിരക്കും കാര്യങ്ങളും കച്ചവടക്കാരും ഒക്കെ ആയിട്ടായിരിക്കും പള്ളി നിറഞ്ഞു നിൽക്കുക. ദേ ഇവിടെ നല്ല സിൽവർ കളറിലുള്ള അടിപൊളി മിററൊക്കെ പിടിപ്പിച്ചിട്ടുള്ളൊരു കമ്മൽ കട കണ്ടു. എൻ്റെ മോനും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ കമ്മൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഞങ്ങളൊന്നും വാങ്ങിയില്ല. ഇവിടെ ഇഷ്ടം പോലെ പലഹാര കച്ചവടക്കാരാണ്. എവിടെ നോക്കിയാലും പലഹാരവും പൊരികളും അതും ഇതും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് കച്ചവടക്കാർ. ഇനി ഈ വഴി വാഹനങ്ങളൊന്നും കടത്തി വിടത്തില്ല. ബീച്ചിലോട്ടുള്ള റൂട്ടിൽ ആളുകളുടെ പ്രവാഹം തന്നെയായിരിക്കും. അപ്പോൾ അർത്തുങ്കൽ പള്ളിയുടെ നേരെ ഫ്രണ്ടിൽ കാണുന്ന റോഡിൽ ഏകദേശം 1.5 കിലോമീറ്ററോളം നീണ്ടു കിടക്കുന്ന റോഡിൻ്റെ ഇരുവശങ്ങളിലും ഇഷ്ടം പോലെ കച്ചവടക്കാർ ഇങ്ങനെ ഉണ്ടാവും. അപ്പോൾ കുട്ടികളെയും കൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് എവിടുന്ന് വേണമെങ്കിലും കളിപ്പാട്ടങ്ങൾ മേടിക്കാം. ഞങ്ങൾ എന്തായാലും കടകൾ മുഴുവൻ കയറി ഇറങ്ങുന്നുണ്ട്. പക്ഷെ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. പുള്ളിക്ക് ഒരു കടയിൽ കയറുമ്പം അടുത്ത കടയിലോട്ട് പോകാൻ തോന്നും. അങ്ങനെ ഞങ്ങൾ കടകൾ മുഴുവനും കയറി ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണേ. അതും ഒരു രസം തന്നെയാണല്ലോ. അപ്പോൾ അർത്തുങ്കൽ പള്ളിയിൽ പെരുന്നാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർത്തലക്കാർ മുഴുവനും നമ്മുടെ അർത്തുങ്കൽ ഉണ്ടാവും. അർത്തുങ്കൽക്കാരുടെ മാത്രം പെരുന്നാളല്ല, ഇത് ലോകത്തിൻ്റെ മുഴുവൻ പെരുന്നാളാണ്. പ്രത്യേകിച്ച് ഈ ആലപ്പുഴ ജില്ലയ്ക്ക് ഫുള്ള് അവധിയാണ്. അപ്പം എന്തായിരിക്കും അർത്തുങ്കൽ പള്ളിയുടെ പവർ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കേ. പിന്നെ ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഐറ്റം ഭയങ്കര സ്പെഷ്യലായിട്ട് എനിക്ക് തോന്നി കേട്ടോ. അവർ വരെ വാങ്ങിച്ച് കഴിക്കുകയാണ് ഈ സെയിം ഐറ്റം തന്നെ. എന്താണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറൊന്നുമല്ല, നല്ല ചോക്ലേറ്റും ഐസ്ക്രീമും പിന്നെ എന്തൊക്കെയോ കൂടെ ചേർത്ത് ഒരു അടിപൊളി മിക്സിങ്ങിൽ നല്ല ഒറിജിനൽ സ്ട്രോബെറീസ് ഇങ്ങനെ കുഞ്ഞായിട്ട് അരിഞ്ഞിട്ട് തരും. അടിപൊളി ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പോൾ ചോക്കോ ബെറീസ് എന്നോ അങ്ങനെ എന്തോ ആണ് ഇവരുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത്. റോയൽ ബെറീസ് എന്നാണ് ഇവരുടെ ഷോപ്പിൻ്റെ പേര് വരുന്നത്. നമ്മുടെ സ്കൂളിൻ്റെ നേരെ ഫ്രണ്ടിൽ തന്നെ ഐറ്റം കിടുമായിരുന്നു. നിങ്ങൾ പോകുമ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോ. 100 രൂപയാണ് ഈ ഒരു പ്ലേറ്റ് ചോക്കോ ബെറിയുടെ റേറ്റ്. പിന്നെ ഇവിടെ ഇഷ്ടംപോലെ സാധനങ്ങളാണ് ഇങ്ങനെ അട്രാക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ അടുക്കി നിരത്തിയൊക്കെ വെച്ചിരിക്കുന്നത്. ഇത് കളിമണ്ണിൽ തീർത്ത നമ്മുടെ ബുദ്ധ പ്രതിമകളും അതുപോലെയുള്ള ഗണപതിയുടെ ശില്പങ്ങളൊക്കെയാണ്. പിന്നെ ഇങ്ങനെ മൺപാത്രങ്ങളും അതും ഇതും ചട്ടികളും വട്ടികളും ഒക്കെ ഇഷ്ടംപോലെ കാര്യങ്ങൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ അർത്തുങ്കൽ പള്ളിയിൽ ഇതുവരെ വന്നിട്ടില്ലാത്തവർ ഏതെങ്കിലും ഒരു ദിവസം, ഇനിയിപ്പോൾ അടുത്ത 8 ദിവസം 8-ാം പെരുന്നാൾ വരെ ഇവിടെ നല്ല തിരക്കുകളായിരിക്കും. ഈ കച്ചവടക്കാരെല്ലാം അന്ന് വരെ ഇവിടെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അതിനുള്ളിലായിട്ട് ഏതെങ്കിലും ഒരു ദിവസം ചേർത്തലയ്ക്ക് വരാൻ പറ്റുമെങ്കിൽ, അർത്തുങ്കലേക്ക് വരാൻ പറ്റുമെങ്കിൽ ആലപ്പുഴ ജില്ലയിലെ അർത്തുങ്കൽ ബസിലിക്ക എന്ന് പറയുന്ന നമ്മുടെ ഈ തീർത്ഥാടന കേന്ദ്രത്തിലെ പെരുന്നാളിൽ ഒന്ന് പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു അടിപൊളി അനുഭവം തന്നെയായിരിക്കും കേട്ടോ. ഇപ്പോൾ അധികം സമയമായിട്ടില്ല. ആകാശം കണ്ടാൽ അറിയാം അധികം ഇരുണ്ടിട്ടില്ല. പക്ഷേ കുറേ കഴിയുമ്പം ഇതൊന്നും ആയിരിക്കുകയല്ല ഇവിടുത്തെ തിരക്ക്. അപ്പോൾ അധികം തിരക്കിൽ കുഞ്ഞിനെയും കൊണ്ട് ഓടി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നേരത്തെ വന്ന് ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പോകാൻ ഒരുങ്ങുകയാണ് കേട്ടോ. അർത്തുങ്കൽ പള്ളിയിൽ വന്നിട്ടുണ്ടെങ്കിൽ ബീച്ചാണ് എല്ലാവരുടെയും ലക്ഷ്യം. പള്ളിയിൽ വന്ന് അവിടുത്തെ കുർബാനയോ പ്രാർത്ഥനയോ ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ വെച്ച് പിടിക്കുന്നത് ഈ ബീച്ചിലോട്ടാണ് കേട്ടോ. അപ്പോൾ ആ ബീച്ചിലേക്കുള്ള റൂട്ടിൽ കാണുന്ന കച്ചവടക്കാരും അതും ഇതും പാർക്കും അങ്ങനെയുള്ള ഒരുപാട് കാഴ്ചകളും കണ്ട് ഇങ്ങനെ നടക്കാം. അപ്പോൾ കുറേ കൂടെ രാത്രി ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടെ സമയം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾത്തിരക്ക് ഇതൊന്നുമല്ല, സൂചി കുത്താൻ ഇടം ഉണ്ടാവാത്ത രീതിയിലുള്ള തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് ഇവിടെ വെറുതെ നിന്ന് കൊടുത്താൽ മതി. ഇവിടുന്ന് തള്ളി അങ്ങ് ബീച്ചിലോട്ട് കൊണ്ടുപോയിക്കോളും കേട്ടോ. അതുപോലത്തെ തിരക്കായിരിക്കും. അപ്പോൾ മോനെ ഇങ്ങനെ ഓരോ റൈഡിലൊക്കെ കയറ്റി ഹാപ്പി ആക്കി വെക്കുകയാണ്. അല്ലെങ്കിൽ പുള്ളിക്ക് ഭയങ്കര വിഷമായിരിക്കും. പ്രത്യേകിച്ച് പാർക്ക് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്തൊക്കെ കയറി ഇറങ്ങാതെ ആൾക്കൊരു സമാധാനം ഉണ്ടാവത്തില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ പാർക്കിലൊക്കെ വന്ന് എല്ലാത്തിലൊക്കെ ഒന്ന് കയറി നോക്കി അങ്ങനെ നടന്നിട്ട് ഇനി നമ്മൾ പാർക്കിൽ നിന്നും ബീച്ചിലേക്ക് പോവുകയാണേ.
അതിനിടയ്ക്ക് പള്ളിയിൽ വെച്ചും ഒരു ചേച്ചീനെയും കുഞ്ഞിനെയൊക്കെ കണ്ടായിരുന്നു. അതുപോലെ ഇവിടെ വെച്ചൊരു ചേട്ടനെയൊക്കെ കണ്ടു. അങ്ങനെ കുറേ അധികം പേര് നമ്മുടെ ഫാൻസായിട്ടുള്ള അതുപോലെ നമ്മുടെ വീഡിയോസൊക്കെ കാണുകയും നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരുപാട് പേരെ കാണാൻ പറ്റിയതിലും ഒത്തിരി സന്തോഷം തോന്നി കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് ഈ പള്ളിയിലെ ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്ന് ഇതൊന്നും ആയിരിക്കത്തില്ല, ഇത് ഇന്നലെ ഷൂട്ട് ചെയ്ത വിഷ്വൽസ് ആണ്. അപ്പോൾ അടിപൊളി എന്ന് പറഞ്ഞാൽ ഗംഭീര പരിപാടികളാണ്. പോകുന്ന വഴി ഒരുപാട് കുലുക്കി സർബത്ത് കടകളുണ്ട്. അവന്മാരതേ അടിച്ച് പൊളിച്ച് ഡാൻസ് ചെയ്ത് തകർത്ത് നിൽക്കുന്നുണ്ട്. ഇവരുടെ ഡാൻസ് കണ്ടുകൊണ്ട് കൂടെ ഒരു അപ്പൂപ്പനും വന്ന് ഡാൻസ് ചെയ്തിട്ടുണ്ട്. ആ ഒരു അച്ഛൻ്റെ ഡാൻസ് കണ്ട് അവസാനം നമ്മൾ ഇവിടെ കയറി ഒരു ഐസ്ക്രീം മോന് വാങ്ങിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞ് അകത്തോട്ട് കയറിയിരിക്കുകയാണ്. ഇഷ്ടംപോലെ കുലുക്കി സർബത്ത് കടകളുണ്ട്. പല കടകളും നെടുനില കാണുമെങ്കിലും ഇവന്മാരുടെ സ്പെഷ്യൽ ഒരു കടയാണ് കേട്ടോ. നല്ല അടിപൊളി പിള്ളേർ. ആദ്യം ഞാൻ പരിചയപ്പെടുത്തിയ നമ്മുടെ റോയൽ ബെറീസും അതുപോലെ ഇക്കിഗായുടെ നല്ല അടിപൊളി കുലുക്കി സർബത്ത് കടയും ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി സ്നേഹം ഇതൊന്നും പറഞ്ഞു തന്നില്ല എന്ന് പറഞ്ഞ് കംപ്ലയിൻറ്റ് ചെയ്തേക്കരുത് കേട്ടോ. അപ്പോൾ അവനതേ പിസ്താഡ് ഐസ്ക്രീം മതിയെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിച്ച് കഴിക്കുകയാണ്. അതിൻ്റെ കൂടെ തന്നെ ഇടുക്കി ഗോൾഡ് എന്ന് പറഞ്ഞിട്ട് അടിപൊളി ചായപ്പൊടിയുടെ ഒരു ഷോപ്പുണ്ട്. ഇതേ നമ്മുടെ ചെക്കന്മാർ ഡാൻസ് കളിച്ച് തകർത്ത് കൊണ്ടിരിക്കുന്ന ഇക്കിഗായുടെ കുലുക്കി സർബത്ത് കടയോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ ഇടുക്കി ഗോൾഡിൻ്റെ ചായപ്പൊടി കിട്ടുന്ന കടയും. കണ്ടോ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തിരക്ക് അങ്ങനെ കൂടി വരികയാണ് കേട്ടോ. അപ്പം നമ്മൾ ബീച്ചിലേക്ക് വന്നു. ഇവിടുന്ന് ഒരു ചന മസാലയൊക്കെ വാങ്ങിച്ച് കഴിക്കാൻ പോവാണ്. ഈ ഐറ്റം കണ്ടാൽ എന്തായാലും കഴിക്കാതെ വിടാൻ തോന്നത്തില്ല അല്ലേ. ആ സോസും ഒക്കെ ഒഴിച്ച് കുറേ പച്ചക്കറികളും അതും ഇതുമൊക്കെ കൂടി ഇട്ട് മല്ലിയിലയുടെയൊക്കെ ആ ഒരു ഫ്ലേവറിൽ കിട്ടുന്ന ചന മസാല അടിപൊളിയാണ്. കളിപ്പാട്ടക്കടകളെല്ലാം കയറി ഇറങ്ങി നടന്നിട്ടും കുഞ്ഞുവാവയ്ക്ക് വേണ്ടത് നല്ലൊരു ഫൈറ്ററിൻ്റെ ഫിഷിനെയാണ്. അങ്ങനെ അവിടെയുള്ള ഒരു അക്വേറിയം ഷോപ്പിൽ കയറി ഫൈറ്ററിനെ വാങ്ങിച്ചിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോയത് കേട്ടോ. ഈ ഫൈറ്ററിനെയൊക്കെ വാങ്ങിച്ച് നേരെ ബീച്ചിൽ വന്ന് ആ ഗ്രൗണ്ടിലിരിക്കുന്ന ഒരു സുഖമുണ്ട്. അതായത് ബീച്ചിൻ്റെ ഗ്രൗണ്ടിൽ അടിപൊളിയായിട്ട് നല്ല വൈബിൽ ഈ ആൾക്കാർ ഓരോന്ന് വാങ്ങിക്കുകയും തിരക്ക് കൂട്ടുകയൊക്കെ ചെയ്യുന്നത് കണ്ടുകൊണ്ട് ഇരിക്കാനുമുണ്ട് ഒരു സുഖം. അങ്ങനെയുള്ള കാഴ്ചകളെല്ലാം കണ്ട് കുറേ സമയം കഴിഞ്ഞ് ഇവിടെ ഒരു കുഞ്ഞുവാവ അമ്മയുമായിട്ട് ഇങ്ങനെ ഓരോന്ന് ഷെയർ ചെയ്ത് കഴിക്കുകയാണ് കേട്ടോ. അവളെ കഴിക്കുന്നത് കാണാനും അവൾ നമ്മളെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നത് കാണാനൊക്കെ ഒരു ചന്തം ഉണ്ടായിരുന്നു. അങ്ങനെ അച്ഛനും മോനും കൂടെ ഒരു തോക്ക് വാങ്ങിച്ചു. നല്ല തീപ്പെട്ടി വെച്ച് പൊട്ടിക്കുന്ന ഒരു തോക്ക്. അങ്ങനെ ആകാശത്തോട്ട് വെടിവെച്ച് ഞങ്ങളിതാ പെരുന്നാൾ ആഘോഷം കഴിഞ്ഞ് മടങ്ങുവാണ്. അപ്പോൾ എല്ലാവർക്കും പെരുന്നാൾ ആശംസകൾ. അടിച്ച് പൊളിക്കുക കേട്ടോ.